ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുഅംബി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇന്ന് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഒരുപാടൊന്നും ഇല്ല, എത്ര ഒരുപാടില്ല എന്ന് പറഞ്ഞാലും നമ്മളെ കയ്യിൽ ഇയറിങ്സ് ഉണ്ടാവും. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് ഓരോരോ ഇയറിങ്സ് കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ വേണ്ടി തോന്നും. അങ്ങനെ ഞാൻ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ നശിച്ചു പോയി, കാരണം ഞാൻ എല്ലാം ഒരുമിച്ചൊരു പാത്രത്തിലിട്ടിട്ട് എന്നിട്ട് ഞാൻ അതിനൊരു ഓർഗനൈസറും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർഗനൈസർ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ഇട്ട് വെച്ച് കുറേയൊക്കെ പൊട്ടി ഞാൻ കളഞ്ഞു കേട്ടോ. കാരണം എല്ലാം കൂടി ഞാൻ ആദ്യം ഒരുമിച്ചൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൻ്റെ ഒരു ജോഡി കാണില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കളഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു കാതിലയാണ് ഈ ഒരു ജുമുക്ക. ഇത് ഞാൻ ആദ്യമായിട്ട് മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ടെൻഷൻ ഉണ്ടായിരുന്നു മീഷോന്നൊക്കെ ഈ ഒരു ജ്വല്ലറി മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു സെറ്റായിട്ട് മേടിച്ചതാണ്. അതിന് കൂടെ നമുക്ക് മാലയും വരുന്നുണ്ട്, അതിനെപ്പോലെ തന്നെ നോസ്പിന്നും വരുന്നുണ്ടായിരുന്നു. മാല എന്തോ എനിക്ക് കളർ പോയിട്ട് ഞാൻ കളഞ്ഞു. ഈ ഭാഗമൊന്നും കളർ പോയിട്ടില്ല, നമ്മൾ ആ ഒരു കൊളുത്ത് നിന്ന ഭാഗത്ത് കളറൊക്കെ പോയിട്ട് ഞാനത് കളഞ്ഞു കേട്ടോ. പക്ഷേ ഇത് അടിപൊളി കമ്മലാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതൊന്ന് ഇട്ടൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കാത് നല്ല രീതിക്ക് വേദന എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. ഇല്ലെങ്കിൽ ഇത് അടിപൊളി കമ്മലാണ്, നമുക്ക് എല്ലാ സംഭവത്തിനെയും കൂടി പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സൂപ്പർബാണ്. അപ്പോൾ നെക്സ്റ്റ് കമ്മൽ വന്നിട്ട് ഒരു എന്താ പറയുക, റിങ്ങാണ്. ഇതൊന്നും അത്ര വേദനയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, കാരണം പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ വെയിറ്റും ഇല്ല, വെയ്റ്റ്ലെസ് ആണ്. പക്ഷെ നല്ല കമ്മലാണ് കേട്ടോ ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അതിനേക്കാളും കൂടുതൽ ഇത് അമ്പിയാണ് കേട്ടോ. എനിക്ക് ഇട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തി എനിക്ക് തോന്നാറില്ല. പക്ഷേ ഇത് അമ്പി എപ്പോഴും ഇടും, അവൾക്ക് നല്ല രസമാണ് ഇതിട്ടിട്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ജുമുക്കാസാണ്. അപ്പോൾ നെക്സ്റ്റ് കാതിൽ ഇതാട്ടോ. ഇനി അടുത്തത് വന്നിട്ട് റെക്റ്റാങ്കുലറോ സ്ക്വയർ ടൈപ്പ് റെക്റ്റാങ്കുലർ ടൈപ്പൊക്കെ ഒരു മോഡലാണ് ഞാൻ കാണിച്ചത്. ഈ ഒരു കമ്മൽ എല്ലാം ഞാൻ ഉത്സവപ്പറമ്പുകളിലാണ് മേടിക്കാറ് കൂടുതൽ. പോകുമ്പോൾ എപ്പോഴും ആപ്പന്മാരൊക്കെ മേടിച്ചു തരും. ഇപ്പോൾ ഒരു ഉത്സവത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ കൊച്ചാളിക്കാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊച്ചാളിക്കാവ് പോയി കഴിഞ്ഞാൽ ആപ്പനും ആൻറ്റിമാരൊക്കെ 2 ജോഡ് 3 ജോഡൊക്കെ വെച്ച് വാങ്ങിത്തരും. അപ്പോൾ എന്തായാലും ഓരോ ഉത്സവത്തിന് ഒരു 10 ജോഡി കമ്മൽ വീട്ടിലുണ്ടാകും. കാരണം അനക്കും കിട്ടും ഒരു 3-4 ജോഡി, അതേപോലെ തന്നെ അമ്പിക്കും കിട്ടും, പിന്നെ അമ്മയും മേടിച്ചു തരും. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കമ്മലുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു കുറേ പൊട്ടിക്കളഞ്ഞു. നെക്സ്റ്റ് ഈ ഒരു ഇയറിങ്സ്, അതിൻ്റെ തന്നെ വേറൊരു മോഡലാട്ടോ ഇത്. ഇതെല്ലാവരുടെക്കും ഉണ്ടാവും, ഞാൻ കുറേ ആളുടെക്ക് ഈ സാധനം കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഇവിടുത്തെ മുട്ടൊക്കെ പോയിട്ടോ, അതുകൊണ്ട് ഇനി ഇടാൻ വേണ്ടി പറ്റുമോ അറിയില്ല. നെക്സ്റ്റ് ഈ ഒരു കമ്മൽ. അടുത്തത് ഒരു കുട്ടി കാതിലാണ്. ഞാൻ പറഞ്ഞ എൻ്റെ അടുക്ക ഫുള്ളുള്ളത് സിൽവറാണ്, ഗോൾഡൻ കളർ വളരെ കുറവാണ്. ഈ ഒരു കമ്മൽ ഇത് കൂടുതൽ അമ്മയായിട്ട് ഇടാറ്. അമ്മയ്ക്ക് ഈ ചെറിയ കമ്മലിടുന്ന ഇഷ്ടം. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാലേ വലിയ വലിയ കമ്മലുകളൊക്കെ ഇടുള്ളൂ. ഈ ഒരു കമ്മലിൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഇത് നമുക്ക് അമ്പിക്ക് ഉത്സവത്തിന് ഏട്ടൻ മേടിച്ചു കൊടുത്തിട്ടുള്ള കമ്മലാട്ടോ. ഓക്കെ, ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഈ സംഭവം പൊട്ടിപ്പോയി. എന്നിട്ട് ഇതിൻ്റെ മോഡൽ തന്നെ ഞാൻ വീണ്ടും പോയിട്ട് മേടിച്ചതാണിത്. ഇത് തന്നെ ആവണിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ അത് പൊട്ടിയ സമയം ഇവർക്ക് ഭയങ്കര അവർക്ക് ഇഷ്ടമാണ്. അത് നമ്മളത് വീണ്ടും ഈ സംഭവം നോക്കി കണ്ടുപിടിച്ച് ഉത്സവപ്പറമ്പ് പോയപ്പോൾ മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഉത്സവപ്പറമ്പിൽ എല്ലായിടത്തും ഇതിൻ്റെ തന്നെ കുറേ ജോഡി കമ്മലുണ്ടാവും, എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നു. ഞാൻ കാണാറുണ്ട്, ഞാൻ മേടിച്ച കമ്മൽ തന്നെ കുറേ എണ്ണം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന എൻ്റെ അടുത്തുള്ള ആകെ ഒരു ജ്വല്ലറി സെറ്റിൻ്റെ കമ്മലാണ്. പക്ഷെ ഞാൻ കമ്മലിടുന്ന പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു കുട്ടി സ്റ്റഡ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, ആ ഒരു ചോക്കറിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കമ്മലാണിത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് ഞാൻ ഈൻ്റെ അടുത്ത് മേടിച്ചതാണ്. എൻ്റെ ഫ്രണ്ടിന് കമ്മൽ വേണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മേടിച്ച സമയത്ത് ഞാൻ അനക്കും അതേ മോഡലൊരു കമ്മലെടുത്തു. നെക്സ്റ്റ് വന്നിട്ട് ഒരു സിൽവർ ആണ്. ഞാൻ പറഞ്ഞില്ല സിൽവറേ ഉള്ളൂ. ഈ ഒരു കമ്മലാണ്, നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കമ്മലാണ് നെക്സ്റ്റ്.
അടുത്തത് ഒരു മാമൻ കൊണ്ടുവന്നിട്ടുള്ള കമ്മലാണ്. ഞാൻ അധികം അങ്ങനെ ഇട്ടിട്ടില്ല, കാരണം അതിന് പറ്റിയ ഡ്രസ്സൊന്നുമില്ല. ഇത് ഞാനങ്ങനെ എടുത്തു വച്ചു. കണ്ടോ, കുട്ടി നല്ല കമ്മലാണ്. വേഗം ഒന്നും അങ്ങനെ കളറ് പോകുന്ന ടൈപ്പൊന്നുമല്ല. ഈ ഒരു കമ്മൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ഇടാറില്ല, കാരണം എനിക്ക് ഇതിന് കളറ് പോയോന്നൊരു ഡൗട്ട്. ഈ ഒരു കമ്മല് ഇത് കുറച്ച് സിൽവർ ആണ്, പക്ഷെ ഇപ്പോൾ കുറച്ച് ബ്ലാക്ക് അടിച്ച പോലെ നോക്കി. കണ്ടോ, ഒരു ചെറിയൊരു ബ്ലാക്ക് അടിച്ച പോലെ. അപ്പുറത്തെ കമ്മലല്ല ഈ ഒരു കമ്മൽ. പക്ഷെ ഇത് മൾട്ടി കളർ സാധനമൊക്കെ വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ എല്ലാത്തിനും കൂടി പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു അമ്മയ്ക്ക് മേടിച്ച കമ്മലാണിത്. അമ്മയാണ് ഈ ഒരു കമ്മൽ ഇടാറ്. ഒരു കുട്ടി കമ്മൽ, പക്ഷെ നല്ല രസമുണ്ട്. വേഗം ഒന്നും കളർ പോയിട്ടില്ല കേട്ടോ. ഇത് പുറത്തുനിന്ന് മേടിച്ചാണ്, ഇതിന് പൈസയുണ്ട്, നല്ല പൈസയുണ്ട്. നോക്കട്ടെ, ഇതും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതൊന്നും ഉത്സവപ്പറമ്പിൽ പോയി മേടിച്ചതല്ല. ഇതൊന്നും അങ്ങനെ കളറ് പോയിട്ടില്ല. അത്യാവശ്യം നമുക്ക് കുട്ടി കുട്ടി ഫങ്ഷൻസിനൊക്കെ ഇടാം. ഗോൾഡൻ കളറാണ്. എനിക്കൊന്ന് എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. പിന്നെ പല ടൈപ്പ്, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുള്ളൂ. ഇതിൻ്റെ തന്നെ വേറൊരു സാധനം ഉണ്ട്, പക്ഷെ നല്ല തിളക്കമുണ്ട് കാണാൻ. ഇതിനേക്കാളല്ല കേട്ടോ, ഇതിനേക്കാളും നല്ല തിളക്കമുണ്ട്, നല്ല സ്റ്റൈലും ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് പക്ഷേ ബ്ലാക്കും ഗോൾഡനാണ് വരാം. ഇതൊക്കെ കുറച്ച് തിളക്കമുണ്ട്. ഡയമണ്ടൊക്കെ പോയിട്ട്, ഡയമണ്ട് അല്ല എന്നാലും കുറച്ച് തിളക്കമുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗോൾഡൻ കമ്മൽ. ഗോൾഡൻ അല്ല, ആൻറ്റിക്ക എന്നാ പറയാ, ഇനി പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഒരു ബ്ലാക്ക് കമ്മൽ, പക്ഷേ ബ്ലാക്ക് വാങ്ങുമ്പോൾ കുറച്ച് കളർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കളറൊക്കെ മങ്ങി. ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാട്ടോ. ഞാൻ പറയില്ല, പക്ഷേ ഇത് കണ്ട മിററിൻ്റെ അവിടെ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. എല്ലാം സിൽവർ കമ്മലേ ഉള്ളൂ, കുറച്ച് ഗോൾഡൻ കമ്മലിന് മേടിക്കാൻ വേണ്ടി പോകാം. അടുത്തത് വന്നിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ, മിറർ വർക്ക് തന്നെ വരണേ, പക്ഷേ കുറച്ചും കൂടി സ്റ്റൈലിഷ്. കണ്ടോ, അതിൻ്റെ കണ്ടോ, ഇതിൻ്റെ മോഡൽ തന്നെയാണത്. കണ്ടോ, ഇതിൻ്റെ കളർ പോയിട്ടോ. ഞാൻ ഇത് മാത്രമേ ഇടാറുള്ളൂ, കോളേജിലൊക്കെ പോകുമ്പോൾ ഇതേ ഇടാറുള്ളൂ, കാരണം ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഇതാണ്. നല്ല രസമല്ലേ. ഇതിൻ്റെ പല കളർ മേടിച്ച് വെക്കണമെന്നുണ്ട്, പക്ഷെ ഒരേ മോഡലൊന്നും ഇടണ്ടേ, അതുകൊണ്ട് മടിയാണ്. ഇനി ഞാൻ കോളേജിൽ ക്യാഷ്വലായിട്ട് ഇടാൻ വേണ്ടി മേടിച്ച 2-3 കാതിലാട്ടോ. 2-3 തന്നെ ഉള്ളത്. ഓക്കെ, സ്റ്റെഡാണ് ഞാൻ മേടിച്ചത്. കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാട്ടോ. ഓരോ ഡ്രസ്സിനെ മാച്ചായിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഓരോ ഡ്രസ്സ് ഇപ്പോൾ പോയപ്പോൾ ഞാൻ അതിടലില്ല. അടുത്തത് ഈ ഒരു കുട്ടി കമ്മലാണ്, നല്ല ബട്ടർഫ്ലൈയുടെ. ഈ സ്റ്റഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ബട്ടർഫ്ലൈ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ഈ ഒരു കമ്മൽ ഞാൻ മേടിച്ചത് ആ ഒരു ഫ്രോക്കില്ലേ, സ്ലീവ്ലെസ് ഫ്രോക്ക്, അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച കമ്മലാണിത്. ആ ഫ്രോക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇത്രയും കമ്മലുണ്ടായിട്ട് ഞാൻ ആവണിയോട് കൊണ്ടുവരാൻ പറയും കമ്മൽ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ കലമ്പലാണ്. ആവണത്ത് ഗോൾഡൻ കവറിങ് കുറേ ഉണ്ടോ, അതിൻ്റെ അടുത്ത് സിൽവർ കവറിങ്, അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തതാണ്. അടുത്തത് ഈ ഒരു ഗ്രീൻ കമ്മൽ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മോഡൽ എനിക്ക് 2-3 കാല് കാതിലുണ്ട്, അപ്പം അതിലൊരു മോഡലാണിത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇന്നിവിടെ ഇടാം. ഇത് ഞാൻ കുറേ മുന്നേ മേടിച്ച കമ്മലാണ്, പക്ഷെ ഞാൻ ഇടാറില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ഷോർട്ട് കുർത്തി മേടിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അമ്മ റീൽ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് കുർത്തിയുടെ ഓറഞ്ച് കളർ. ഞാൻ ബുക്ക് ചെയ്തത് മഞ്ഞായിരുന്നു, പക്ഷെ വന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇത് പെയർ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫുൾ കൈ ഷോർട്ട് കുർത്തി ആയതുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് കമ്മൽ വന്നിട്ട് അടുത്ത ബട്ടർഫ്ലൈ ആണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ബട്ടർഫ്ലൈ മനസ്സിലേ, ഇപ്പം 2ാമത്തെ ബട്ടർഫ്ലൈ ആണിത്. ഇതൊക്കെ എനിക്ക് അമ്മമ്മ മേടിച്ച് തരുന്നതാണ് കേട്ടോ. അമ്മമ്മ ഓരോന്ന് മേടിച്ച് എനിക്ക് കൊടുത്തയക്കും ഒരു കാവിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ കിട്ടുന്നതാണ് ഈ ഒരു കമ്മലൊക്കെ. അപ്പം ഞാനൊരു നെക്ലേസ് വാങ്ങി, അപ്പം അതിൻ്റെ കൂടെ ഉള്ള കമ്മലാണിത്. എല്ലാം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ബോക്സിൽ ഇട്ടുകൊണ്ട് ഈ ഒരു കുട്ടി ഗോൾഡൻ കമ്മൽ. ഇപ്പോൾ ഞാൻ എത്ര കമ്മൽ കാണിച്ചു ഗോൾഡൻ കളർ,
3 കമ്മലാറ്റം കാണിച്ചു. മീൻസ് ജുമുക്കാസേ ഇതാ അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു കമ്മൽ. നല്ല രസമാണ്. പക്ഷെ എനിക്ക് ജൊമക്ക എന്താ പറയുക, ജൊമക്ക എന്ന് പറഞ്ഞാൽ ജമണ്ടൻ കമ്മൽ വേണം, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാവുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. സെക്കൻഡ് സ്റ്റെഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബട്ടർഫ്ലൈ എനിക്കൊന്ന് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഈ ഒരു കമ്മലുണ്ടാവും, ഈ ഒരു ബട്ടർഫ്ലൈ. പല കളറും ഉണ്ടാവും. ഒരു മിനിറ്റ് തന്നെ കാണിച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എക്സ്പെൻസീവായ കമ്മൽ ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചിട്ടുള്ള കമ്മലാണ് ഇത്. ഇത് ഞാൻ ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ കാവിൽ ഉത്സവത്തിന് പോകുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിരുന്നു. ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ള കമ്മലാണ് ഈ ഒരു കമ്മൽ. ഭയങ്കര വെയിറ്റാണ്. ഇനി 200 റുപ്യ വരുന്നുണ്ട്. എക്സ്പെൻസീവായ കമ്മൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മലായിരിക്കും ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഞാൻ അന്ന് വൈകുന്നേരം വരുമ്പോഴൊക്കെ നല്ലോണം കാതിൽ വേദനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മലാണ് ഞാൻ ലൈഫിൽ ആദ്യമായി എക്സ്പെൻസീവായി ഇട്ടിട്ടുള്ള കമ്മൽ. ബാക്കിയുള്ളത് കുട്ടി എന്താ പറയുക, ഇങ്ങനത്തെ ഇതൊക്കെ ഞാനിങ്ങനെ കോളേജിൽ പോകുമ്പോൾ ഇടുന്നതാണ്. ഈ ഒരു ബ്ലാക്ക് കമ്മൽ അങ്ങനെ കുറച്ച് കമ്മലാണ്. അതങ്ങനെ അത്ര വലിയ രീതിക്ക് അങ്ങോട്ടില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കുറേ എണ്ണം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 എണ്ണം ഞാൻ വിഷ്വലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാനിനി വാങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എഴുതുന്നവരെല്ലാവർക്കും ബൈ ബൈ.